ഓക്കെ ആണല്ലോ അല്ലേ. ഇവിടെ നമുക്ക് ലൈറ്റ്സ് ഇല്ല കേട്ടോ. ബാക്കിൽ സൈഡ് ബോൾസിൽ മാത്രമാണ് ലൈറ്റ് കൊടുത്തേക്കുന്നത്. ആ മതി. ഓക്കെ. പിന്നെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ വരുമ്പോൾ ഈ ഒരു നമ്മൾ റിസപ്ഷൻ ഏരിയയിൽ കൊടുത്തേക്കുന്ന ഈ ഒരു പാറ്റേൺ തന്നെ മുകളിലുള്ള ഏരിയയിൽ കൊടുത്താൽ മതിയോ, അല്ലെങ്കിൽ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രം ഇങ്ങനെ മതിയോ ബോളിൻ്റെ കളറ്? ഇതേത് ഫ്ലോറാ? ഇത് ഗ്രൗണ്ട് ഫ്ലോർ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഈ ഒരു കളർ പാറ്റേൺ തന്നെ മുകളിൽ ഇതേപോലെ ഒരു പോർഷൻ വരുമല്ലോ, ചെറിയൊരു പാസേജും പിന്നെ റൂമിലേക്ക് കയറുന്ന ഒരു കുറച്ച് പാസേജുകൾ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഇതിന് തൊട്ട് മുകളിൽ തന്നെ ആയിരിക്കും അത്. അപ്പോൾ അവിടെ ഈ ഒരു കളർ കോമ്പിനേഷൻ തന്നെ മതിയോ, അല്ലെങ്കിൽ നോർമലായിട്ട് നമ്മൾ റൂമിനൊക്കെ ചെയ്യുന്ന അതേ കളർ തന്നെ മുകളിലേക്ക് കൊടുത്താൽ മതിയോ? റൂംസിന്റെ കൊടുത്താൽ മതി. ഇത്രയും വീതിയിൽ വരത്തില്ല, കുറച്ചും കൂടി. ഇത് ഇത്തിരി ഉണ്ടല്ലോ, ഇത് 2.8 ഒക്കെ ഉണ്ട് നമുക്ക് മുകളിൽ. പക്ഷെ ജസ്റ്റ് ഒരു പാസേജിനുള്ള ഒരു ഗ്യാപ്പ് മാത്രമായിരിക്കും ഉണ്ടാക്കുക, കാരണം നമ്മൾ റൂം എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ടേക്ക് എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഏതാ? അപ്പോൾ റിസപ്ഷൻ ഏരിയ മാത്രം ഈ ഒരു കളറിൽ കൊടുത്താൽ പോരെ? ഏത്? നമ്മ ഈ ബോളിന്റെ ടെക്സ്ചറേ അതെ. റിസപ്ഷനിൽ ഐ മീൻ ഇവിടത്തെ കൊടുത്തേക്കുന്ന ഇതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ മാത്രം മതിയില്ലേ? മുകളിലത്തെ ഫ്ലോറിലേക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോണോ? വേണ്ടല്ലോ അല്ലേ? ഓക്കെ. ഗ്രൗണ്ട് ഫ്ലോറിൽ പിന്നെ നമ്മൾ വേറെ ഇന്നലെ ജസ്റ്റ് ഈ ഒരു ഇതിൻ്റെ ഒരു ഡെപ്ത് ഡയമെൻഷൻ ഇത്തിരി കുറക്കാൻ പറഞ്ഞിരുന്നു. ഇതിൽ വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇല്ല. ഓക്കെ. ഇനി ഞാൻ ഫസ്റ്റ് ഫ്ലോർ കാണിച്ചോട്ടെ? ഓക്കെ. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഉള്ള ഏരിയയാണിത്. ഇവിടെ നമുക്ക് പ്ലാന്റ്സ് അങ്ങനെയുള്ള എന്തെങ്കിലും വെക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? ഒരു എഡ്ജിലും. ഓക്കെ. ഈ ഭാഗത്തായിട്ട് ലിഫ്റ്റ് ആയിരിക്കും വരിക. പിന്നെ അവിടെ നമ്മൾ ചെല്ലുമ്പോഴേക്കും ഇങ്ങനെ ഒരു പോർഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ ഒരു വിൻഡോ, ഇവിടെ ഒരു ഗ്ലാസ് ഡോറ് അങ്ങനെയല്ലേ എക്സ്റ്റീരിയറിൽ വന്നേക്കുന്നത് ഈ പോർഷനിൽ? ഗ്ലാസ് വിൻഡോ. ഓക്കെ. അപ്പോൾ അവിടെയെങ്കിലും വിൻഡോ ചെയ്യും കേട്ടോ. പിന്നെ അതുപോലെ റൂമെല്ലാം സെയിം അതേപോലെ തന്നെ താഴത്തെ പോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ബാത്റൂം എല്ലാം സെയിം ആണ്. അലൈൻമെൻറ്റ് അതിൻ്റെ പൊസിഷൻ മാത്രം ചെറുതായിട്ട് വ്യത്യാസം വന്നിട്ടുള്ളൂ. ഒരു മിനിറ്റ്, ഇതിൽ ഓടാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്.
ഓക്കെ. നമുക്കിവിടെ എക്സ്ട്രാ ആയിട്ട് വരുന്ന പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗസ്റ്റ് ഐ മീൻ സ്റ്റാഫിനുള്ള റൂമില്ലേ, അതെ. ആ പോർഷൻ ആണ് കാണിക്കാം കേട്ടോ. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അത് നമുക്കിവിടെ നമ്മളിവിടെ ലിഫ്റ്റ് വരും. അപ്പോൾ ഈ ഭാഗത്ത് ലിഫ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അവിടെ നിന്ന് ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു പാസേജ് പോലെ കാണും. അപ്പോൾ അതിൽ 2 റൂംസ് ആയിട്ട് ആയിരിക്കും. ഒരു റൂം, സെക്കൻഡ് റൂം. അതുപോലെ പിന്നെ മുന്നിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഇവിടെ ആയിട്ടായിരിക്കും ലോണ്ടറി ഏരിയ വരുന്നത്. ലോണ്ടറി ഏരിയ കഴിഞ്ഞിട്ട് ഇവിടെ അവർക്കുള്ള കോമൺ ടോയ്ലറ്റ് ആയിരിക്കും ഈ കാണുന്നത്. ഓക്കെ. കോമൺ ടോയ്ലറ്റിൽ നിന്ന് പിന്നെ ഇതുപോലെ ഒരു പാസേജിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിരിക്കും ഡ്രസ്സൊക്കെ ഇടുന്ന ഒരു ഭാഗം. അതായത് ഉണക്കാൻ വേണ്ടിയിട്ടുള്ള അതെല്ലാം കുറച്ച് ഹൈറ്റിൽ നമുക്ക് കൊടുക്കാം. ഇവിടെ ഇത് ഓപ്പണിംഗ് ആയിട്ട് കൊടുക്കണോ അല്ലെങ്കിൽ ഫുള്ള്? ഇതിപ്പോൾ ജസ്റ്റ് ഒരു വിൻഡോ ഞാൻ വെച്ചെന്നേ ഉള്ളൂ. അവിടെ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ഡ്രസ്സൊക്കെ ഉണക്കുന്ന ഒരു ഭാഗത്ത്? ഡ്രൈ ക്ലോസ്ഡ് റൂഫ് ഓപ്പൺ ആണോ? എന്തോ? ഹലോ, ഡ്രൈയിങ് ഡ്രൈ ചെയ്യണ ഏരിയ. അപ്പോൾ അവിടെ എങ്ങനെയാണ് നമുക്ക് ക്ലോസ് ചെയ്തിടണോ അല്ലെങ്കിൽ വെന്റിലേഷൻ എന്തായാലും അവിടെ വേണമല്ലോ, കുറച്ചൊരു വെളിച്ചം ഇതൊക്കെ വേണം. അപ്പം അത് ജസ്റ്റ് വിൻഡോ ഓപ്പൺ ചെയ്യാനുള്ളൊരു വിൻഡോ പോലെ നമ്മൾ ഡോറുകളൊക്കെ ഓപ്പൺ ചെയ്തില്ല അതേപോലെയുള്ള വിൻഡോസ് വെച്ച് അങ്ങനെ കൊടുക്കാമല്ലോ. ഓക്കെ. അല്ല ഇത് എന്തോ? ഇതാ റൂമിന്റെ ബാക്ക് സൈഡ് അല്ലേ? അതെ അതെ, റൂമിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ പാസേജിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ കാണുന്ന ഒരു പോർഷനാണ്. ഒരു എൽ ഷേപ്പിൽ വരുന്ന ഒരു ഏരിയ. അതായത് അത് സൺഷെയ്ഡ് എന്തോ? സൺഷെയ്ഡ് സൺഷെയ്ഡ് പോർഷൻ. കേൾക്കാൻ പറ്റുന്നില്ല. ഹലോ ഹലോ, പറഞ്ഞോളൂ. ഇത് ഓപ്പൺ ഏരിയ സെക്കൻഡ് ഫ്ലോറിൽ ഫസ്റ്റ് ഫ്ലോർ അല്ലേ ഇത്? ഇത് ഫസ്റ്റ് ഫ്ലോറാണ്. ഫസ്റ്റ് ഫ്ലോറിലാണ് നമുക്ക് സ്റ്റാഫിനുള്ള റൂമൊക്കെ വരുന്നത്. ടോപ്പ് ഫ്ലോറിലാണ് മറ്റേ മീറ്റിംഗ് റൂമൊക്കെ വരുന്നത്. ഗ്ലാസ് ക്ലോസ്ഡ് വേണ്ട. എന്തോ? ഗ്ലാസ് ക്ലോസ്ഡ് ആയിട്ട് ആ ജസ്റ്റ് മെഷ് ടൈപ്പ്. ഓക്കെ ഓക്കെ, മനസ്സിലായി. നമ്മൾ ഈ ഗ്രില്ലൊക്കെ പോലെ അങ്ങനെ ചെയ്യുന്നത്, ചെറിയ മെഷ് വെച്ചിട്ട് ചിക്കൻ മെഷ് അങ്ങനത്തെ ഒക്കെ. നമുക്കപ്പോൾ ഈ റൂം കാണാൻ ഒരു ചെറിയൊരു വാഷ്റൂം ആയിരിക്കും. ജസ്റ്റ് ഒരു ടോയ്ലറ്റും ടോയ്ലറ്റും പിന്നെ ഒരു ഷവർ ഏരിയയും കൂടെ വരും. ചെറിയൊരു ക്യൂബിക്കിളായിട്ടുള്ള അവർക്കുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് ഏരിയ ആണ്.
ഓക്കെ. പിന്നെ നമുക്ക് ലോണ്ട്രി ഏരിയ, അതായത് നമ്മൾ ഇപ്പം ഇവിടെ നിന്ന് പുറത്തുനിന്ന് വരുമ്പോൾ ഈ റൂമിൻ്റെ 2 റൂമിൻ്റെയും ഫ്രണ്ടിലായിട്ടാണ് ചെറിയൊരു ലോണ്ട്രി ഏരിയ കൊടുത്തേക്കുന്നത് ഈ ഒരു പോർഷനിൽ. ലോണ്ട്രി ഏരിയയിൽ നമുക്കൊരു 3 വാഷിംഗ് മെഷീൻ ഒറ്റ താഴത്ത് മാത്രം വെക്കുവാനാണെങ്കിൽ 3 വാഷിംഗ് മെഷീൻ നമുക്ക് വെക്കാനായിട്ട് പറ്റും. പിന്നെ അല്ലാണ്ട് നമ്മൾ ടോപ്പിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ വെക്കാൻ പറ്റും. അങ്ങനെ പിന്നെ ചെറിയൊരു റാക്കും ഉള്ളത്, ഇപ്പോൾ ഡ്രൈ ചെയ്ത് ക്ലോത്ത് ഇടാനായിട്ടും പിന്നെ അതുപോലെ ചെറിയൊരു ബക്കറ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു പൊസിഷനും കൂടെ ആയിട്ടുള്ളത്. ഓക്കെ. ഓക്കെ, ഇത്രയാണ് ഫസ്റ്റ് ഫ്ലോർ വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ പിന്നെ റൂംസ് സെയിം, ചെറിയൊരു ഡയറക്ഷൻ മാത്രമാണ് വ്യത്യാസമുള്ളതൊന്ന് കാണിച്ചേക്കാം. ഓക്കെ. ആ, ഇതൊരു റൂം. ഇവിടെ നിന്ന് വരുമ്പോൾ ഈ ഒരു റൂമിൻ്റെ എൻട്രൻസ് ഇങ്ങനെയായിരിക്കും വരിക. ഓക്കെ. ചേഞ്ച് അങ്ങനെ ജസ്റ്റ് ഫർണിച്ചേഴ്സിൻ്റെ ഒരു അലൈൻമെൻറ്റ് ചേഞ്ച് മാത്രമേ ഉള്ളൂ. എല്ലാം സെയിം. അല്ല, ടോയ്ലറ്റിന്റെ എന്തോ? ഹലോ.